ലിറ്ററേച്ചർ ഓഫ് ദ 20th സെഞ്ച്വറിയിലെ മൊഡ്യൂൾ 1-നകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പ്ലസ് അതായത് തിയറി പോർഷൻസും റൈറ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുമാണ് ഈ ഒരു ഓഡിയോയ്ക്കകത്ത് പറയുന്നത്. സോ ഏർലി മോഡേണിസം എന്ന് പറയുന്നത് വിക്ടോറിയൻ പീരീഡിലെ വാല്യൂസിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ഡിപ്പാർട്ട് ചെയ്ത് സബ്ജക്റ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആൻഡ് ഓൾസോ ഫ്രാഗ്മെൻറ്റേഷനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഏർലി മോഡേണിസം എന്നുള്ള പീരീഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മാറുന്നത്. ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറിയിലാണ് ഇത് ഹാപ്പൻ ചെയ്യുന്നത്. അതായത് 1910s ആൻഡ് 1920s ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ്, ട്രഡീഷണൽ ആയിട്ടുള്ള റൂൾസ് ആൻഡ് നോംസ്, ട്രഡീഷണൽ കസ്റ്റംസ് ഇതിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടും ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒക്കെ റാപ്പിഡായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടുള്ളൊരു മൂവ്മെൻ്റാണ് ഏർലി മോഡേണിസം എന്ന് പറയുന്നത്. ആൻഡ് ഏർലി മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് എക്സ്പെരിമെൻറ്റേഷൻസ് ഹാപ്പൻ ചെയ്തിരുന്നു. അതായത് നറേറ്റീവ് നറേഷനിലാണെങ്കിലും ഫോമിലാണെങ്കിലും സ്ട്രക്ചറിലാണെങ്കിലും ഈ വോയിസിലാണെങ്കിലും അതായത് ലിറ്ററേച്ചറിലെ വോയിസിലാണെന്നുണ്ടെങ്കിലും എല്ലാ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ടെക്നിക്കുകൾ റൈറ്റേഴ്സ് യൂസ് ചെയ്തിരുന്നു. റൈറ്റേഴ്സ് ഈ ലീനിയർ പ്ലോട്ടെല്ലാം അബാൻഡൻ ചെയ്ത് സൈക്കോളജിക്കൽ ഡെപ്തിനും കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആംബിഗ്വിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്തു. ഏലിനേഷൻ, ഡിസ്ലൊക്കേഷൻ, അബ്സേർഡിസം ഇതൊക്കെയായിരുന്നു തീംസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അതായത് ലോൺലിനെസ്, ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പറിച്ചു മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ പോയി താമസിക്കുകയോ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, സൈക്കോളജിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ്, ലൈഫ് എന്ന് പറയുന്ന മീനിങ്ലെസ് ആണെന്നുള്ളൊരു തോട്ട്, അതായത് അബ്സേർഡ് ആണെന്നുള്ളൊരു തോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തീംസ് ആയിട്ട് ഏർലി മോഡേണിസ്റ്റ് ടെക്സ്റ്റിനകത്ത് വന്നുകൊണ്ടിരുന്നത്. ടെക്നോളജി, സയൻസ് ആൻഡ് ന്യൂ ഫിലോസഫീസ്, അതായത് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ്, ഇതൊക്കെ മൂവ്മെൻറ്റിൽ ഷേപ്പ് ചെയ്ത കാര്യങ്ങളാണ്. ആർട്ടിലാണെങ്കിലും ലിറ്ററേച്ചറിലാണെന്നുണ്ടെങ്കിലും വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള നറേറ്റീവ്സ് ഒന്നും വന്നില്ല. ആൻഡ് ഓൾസോ ഈ മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഒരു സെറ്റ് ബാക്ക് ആയിരുന്നു. ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് 1914 to 1918 ആണ്. അപ്പോൾ ആ സമയത്ത് ഈ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് മോഡേണിസം പോലെയുള്ള മൂവ്മെൻറ്റുകളൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ മോഡേണിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ലാംഗ്വേജ് എന്ന് പറയുന്നതിനകത്ത് ലിറ്ററേച്ചറിലെ ലാംഗ്വേജ് ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു. ഓഥേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ആൻഡ് മോഡേണിസം ആർട്ട് ഫോർ ആർട്ട് സേക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആൻഡ് ഓൾസോ അതായത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മോറൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ളതല്ല. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് സ്റ്റാൻഡ് ഫോർ ഇറ്റ് സെൽഫ്. ഓക്കെ. പിന്നെ ഏർലി മോഡേണിസ്റ്റ് പോയിറ്റുകളും നോവലിസ്റ്റുകളും എന്ന് പറയുന്നത് ഫോർമൽ ആയിട്ടുള്ള ഇന്നോവേഷൻസിനൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. ഇൻറ്റീരിയർ മോണലോഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. T.S. Eliot, എസ്ട്രാ പൗണ്ട്, ജെയിംസ് ജോയ്സ് പോലുള്ളവർ ലാംഗ്വേജിൻ്റെ അതിൻ്റെ ലിമിറ്റിലെല്ലാം ബിയോണ്ട് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഇതൊരു കൈൻഡ് ഓഫ് എലീറ്റിസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ലിറ്ററേച്ചറിൻ്റെ റോളിനെ, അതായത് ലിറ്ററേച്ചറിനെ അടിമുടി മാറ്റിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഏർലി മോഡേണിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് സഫ്രജറ്റ് മൂവ്മെൻ്റ് ആണ്. സഫ്രജറ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയിൽ വന്നതാണ്. അത് വിമൻസ് റൈറ്റ്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സഫ്രജറ്റ് മൂവ്മെൻറ്റ്. അതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ വോട്ടിംഗ് റൈറ്റ്സ് സ്ത്രീകൾക്ക് കിട്ടണം. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ബ്രിട്ടനിൽ ആക്റ്റീവ് ആയിരുന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ആക്റ്റീവ് ആയിരുന്നു. കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് എമ്മലീൻ പാങ്ക്ഹേഴ്സ്റ്റും ആൻഡ് ഓൾസോ വിമൻസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ WSPU ഇവരായിരുന്നു കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഇവർ നടത്തിയിരുന്നത്. ആൻഡ് ഓൾസോ മിലിറ്റൻറ്റ് ടാക്ടിക്സും ഇവർ യൂസ് ചെയ്തിരുന്നു അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടി. ഹങ്കർ സ്ട്രൈക്ക്, മാർച്ചുകൾ, സിവിൽ ഡിസൊബീഡിയൻസ് ഇതൊക്കെയായിരുന്നു കോമൺ സ്ട്രാറ്റജീസ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മൂവ്മെൻറ്റ് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിനെയൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വേൾഡ് വാർ 1 അതുപോലെ തന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വേൾഡ് വാറിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുതിയ പുതിയ റോൾസ് സൊസൈറ്റിയിൽ കിട്ടാൻ തുടങ്ങി. ആൻഡ് ഓൾസോ US 19th അമെൻമെൻറ്റിൽ 1920 സ്ത്രീകൾക്ക് റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ നോംസിനെ, ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസിനെ എല്ലാം ഇത് ചലഞ്ച് ചെയ്തു ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള മോർ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ലിറ്ററേച്ചറിൽ വരാൻ തുടങ്ങി. പൊളിറ്റിക്കൽ, പേഴ്സണൽ ആൻഡ് പോയറ്റിക് ടോണിൽ റൈറ്റിംഗ്സ് എല്ലാം വരാൻ തുടങ്ങി. ആൻഡ് ഓൾസോ സെക്കൻഡ് വേവ് ഫെമിനിസത്തിന് ഇത് ഗ്രൗണ്ട് വർക്ക് ലേ ചെയ്തു. നെക്സ്റ്റ് വേൾഡ് വാർ 1 ആണ്. 1914 to 1918 വേൾഡ് വാർ 1 ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ഈ വാർ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെഞ്ച് ഫൈറ്റിംഗ്, ഗ്യാസ് അറ്റാക്സ്, മെഷീൻ ഗൺസ് ഇതൊക്കെ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ
യൂറോപ്പിനെ നല്ല രീതിയിൽ ഡെവസ്റ്റേറ്റ് ചെയ്ത ഒരു വാറായിരുന്നു ഈ വേൾഡ് വാർ 1 എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലോബൽ പൊളിറ്റിക്സിനെയും കൾച്ചറിനെയൊക്കെ അടിമുടി മാറ്റി എഴുതിയ ഒരു വാറായിരുന്നു ഈ വേൾഡ് വാർ 1. ഹൊറർ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഡിസൊല്യൂഷൻമെൻറ്റ്, കൺഫ്യൂഷൻ, ഇങ്ങനെ ഏലിനേഷൻ, ഇങ്ങനെയുള്ള തീംസ് ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു വാർ കൊണ്ടുവന്നിരുന്നത് ലിറ്ററേച്ചറിലാണെങ്കിലും എല്ലാ മേഖലകളിലും. സോൾജിയേഴ്സും സിവിലിയൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ സഫർ ചെയ്തിരുന്നു. അത് നമുക്ക് ലിറ്ററേച്ചറിലും കാണാൻ സാധിക്കും. വാർ പോയറ്റ്സ് ആയിട്ടുള്ള വിൽഫ്രഡ് ഓവൻ, സിഗ്ഫ്രിഡ് സസൂൺ, ഇവരൊക്കെ ആ വാറിൻ്റെ ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ ക്രൂവൽറ്റിയെ അവരുടെ വർക്ക്സിലൂടെ കാണിച്ചിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർ പോയറ്റ്സ് ആണ് വിൽഫ്രഡ് ഓവനും സിഗ്ഫ്രിഡ് സസൂനും. ആൻഡ് യു എസ് ആസ് എ വേൾഡ് പവർ റൈസ് ചെയ്യാൻ തുടങ്ങി ഈ വാറിൻ്റെ എൻഡിൽ. യൂറോപ്യൻ എംപയേഴ്സ് എല്ലാം ഡിക്ലൈൻഡ് ആവാൻ തുടങ്ങി. ആൻഡ് എന്താ പറയുക, ഈ ഒരു സമയത്ത് എഴുതിയിരുന്ന റൈറ്റേഴ്സിനെയാണ് നമ്മൾ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. അവരുടെ വർക്ക്സിനകത്ത് ഫുള്ള് വാറിൻ്റെ ട്രോമ, ഡിസൊല്യൂഷൻമെൻറ്റ്, കൺഫ്യൂഷൻ ഇതൊക്കെയായിരുന്നു വന്നിരുന്നത്. സോ ആ റൈറ്റേഴ്സിനെ ലോസ്റ്റ് ജനറേഷൻ റൈറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാർ ഒരുപാട് മൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നു ആർട്ടിലും. ദാദേയിസം, അബ്സേർഡിറ്റി, നിഹിലിസം, ഇതൊക്കെയാണ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സൈക്കോളജിക്കൽ ഡെപ്ത്, ലിറ്ററേച്ചറിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, ഐഡൻറ്റിറ്റീസ്, അതിനെയൊക്കെ എക്സാമിൻ ചെയ്യാൻ തുടങ്ങി. ട്രഡീഷണൽ, മോറൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സിനെല്ലാം എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. വിർജീനിയ വൂൾഫ്, T.S. Eliot പോലുള്ളവരൊക്കെ ഈ ഒരു ഫ്രാക്ചേർഡ് റിയാലിറ്റിയെ ക്യാപ്ചർ ചെയ്ത് അവരുടെ വർക്ക്സിൽ എഴുതാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ഫാസിസം, കമ്മ്യൂണിസം പോലെയുള്ള പുതിയ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് വന്നു. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്, വേൾഡ് വാർ 1 എന്നുള്ളതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഐറിഷ് റവല്യൂഷനാണ്. ഐറിഷ് റവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബ്രിട്ടീഷുകാരുടെ റൂളിൽ നിന്ന് അയർലൻഡിൻ്റെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഐറിഷ് ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു സ്ട്രഗിളിനെയാണ് ഐറിഷ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഏർലി 20th സെഞ്ചുറിയിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. 1916 ഈസ്റ്റർ റൈസിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഐറിഷ് റവല്യൂഷനിലെ ഒരു വളരെ പിവട്ടൽ ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരുന്നു. അതായത് നാഷണലിസ്റ്റുകളെല്ലാം കൂടി ചേർന്ന് ഐറിഷിനെ റിപ്പബ്ലിക് ആക്കാൻ വേണ്ടി മാറ്റുമായിരുന്നു. ഓക്കെ, സോ ഈ ഒരു റൈസിങ് മിലിറ്ററിലി അത് ഫെയിൽഡായി. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഫേമസ് മൂവ്മെൻ്റ് ആയിട്ട് ഇത് മാറിയിരുന്നു. വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പിന്നീട് വന്നു. ആൻഡ് ഓൾസോ ആംഗ്ലോ ഐറിഷ് ട്രീറ്റി വന്നു. ആൻഡ് ഈ ട്രീറ്റിക്കകത്ത് വെച്ചാൽ അയർലൻഡിനെ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷേ ഓൾസോ ഇറ്റ് ലീഡ് ടു സിവിൽ വാർ. റൈറ്റേഴ്സ് ആയിട്ടുള്ള W.B. യേറ്റ്സ്, ജെയിംസ് ജോയ്സ്, ഇവരൊക്കെ അയർലൻഡിൻ്റെ പൊളിറ്റിക്കൽ കൺഫ്യൂഷൻ ആൻഡ് ഇതിനെക്കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങി. W.B. യേറ്റ്സിൻ്റെ പോയട്രിനകത്ത് മിത്ത്, ഐറിഷ് നാഷണലിസം, പൊളിറ്റിക്കൽ വയലൻസ് പോലെയുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങി. ജെയിംസ് ജോയ്സിൻ്റെ വർക്ക്സിനകത്ത് നാഷണലിസം, അദ്ദേഹം എന്ന് വെച്ചാൽ നാഷണലിസത്തിനെ വളരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും എക്സൈലിലും ഒക്കെയാണ് അദ്ദേഹം എംഫസിസ് കൊടുത്തത്. ഓക്കെ, പിന്നെ കൾച്ചറൽ റിവൈവൽ, ഫോക്ലോർ, ഐറിഷ് ലാംഗ്വേജ്, ഐറിഷ് ഐഡന്റിറ്റി, ഇതിനെല്ലാം ഈ റെവല്യൂഷൻ ഇൻസ്പയർ ചെയ്തിരുന്നു. ആബേ തിയേറ്റർ എന്ന് പറഞ്ഞ അയർലൻഡിൻ്റെ തിയേറ്ററിൻ്റെ പേരാണ്. അതിനകത്തെല്ലാം നാഷണൽ കോൺഷ്യസ്നെസ് ഡ്രാമയിലൂടെ കൊണ്ടുവരാൻ നോക്കി. ആൻഡ് ഓൾസോ എന്താണ്, ഫീമെയിൽ റെവല്യൂഷണറീസും ഉണ്ടായിരുന്നു. കോൺസ്റ്റൻസ് മാർക്യൂവിസ്, അവരൊക്കെ ജെൻഡർ റോൾസിനെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. സോ ലിറ്ററേച്ചറിനകത്ത് പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്ത് എഴുതാൻ തുടങ്ങിയ ആളുകൾ. ഓക്കെ, പോസ്റ്റ് റെവല്യൂഷൻ അയർലൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐറിഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നതിനകത്ത് സ്ട്രോങ് സെൻസ് ഓഫ് മെമ്മറി, ട്രോമ, ഐഡൻറ്റിറ്റി പോലെയുള്ള തീമുകൾ വരാൻ തുടങ്ങി. ഇനി റഷ്യൻ റെവല്യൂഷനാണ്. 1917 ഇത് ഹാപ്പൻ ചെയ്തത്. സാർ ഓട്ടോക്രസി ഡിസ്മാൻഡിൽ ചെയ്യുകയും സോവിയറ്റ് കമ്മ്യൂണിസം വരികയും ചെയ്തു. അതായത് ഡിക്റ്റേറ്റർഷിപ്പ് എല്ലാം മാറി എന്ത് ചെയ്ത് വരുവാണ്, കമ്മ്യൂണിസം വരുവാണ്. ആൻഡ് 2 മേജർ ഫേസസ് ആണ് ഇതിനുള്ളത്. ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ ബോൾഷെവിക് റവല്യൂഷനും. ബോൾഷെവിക്സ് എന്ന് പറഞ്ഞാൽ ലെനിൻ ലീഡ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പ് ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്യുകയും സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഈ റെവല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ പൊളിറ്റിക്സിനെയും കൾച്ചറിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. റൈറ്റേഴ്സും ആർട്ടിസ്റ്റും എല്ലാം റെവല്യൂഷനെ ആദ്യമേ സപ്പോർട്ട് ചെയ്തു. കാരണം പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുവാണെന്ന് ഇവർക്ക് തോന്നി. അതുപോലെ തന്നെ ആർട്ടിലും ലിറ്ററേച്ചറിലും എല്ലാം റാഡിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ തുടങ്ങി. 1930s ആയപ്പോഴത്തേക്കും സോവിയറ്റ് റിയലിസം ഒരു സ്റ്റേറ്റ് എൻഫോഴ്സ്ഡ് ആർട്ടിസ്റ്റിക് സ്റ്റൈൽ കൊണ്ടുവരാൻ തുടങ്ങി. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പാർട്ടി പറയുന്ന കാര്യങ്ങൾ എഴുതാനും പറയാനും എല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ ആർട്ടിസ്റ്റിക് ഫ്രീഡം ലിമിറ്റഡ് ആവാൻ തുടങ്ങി. റൈറ്റേഴ്സിന് സ്വാതന്ത്ര്യം പോയി. വെസ്റ്റേൺ റൈറ്റേഴ്സും എന്താണ് ഈ ഒരു ഇതിനെതിരെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതാൻ തുടങ്ങി. ആൻഡ് ജോർജ് ഓർവെൽ പോലെയുള്ള റൈറ്റേഴ്സും ഈ ഒരു ടോട്ടാലിറ്റേറിയനിസത്തിനെ കണ്ടം ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. റഷ്യൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള പാസ്റ്റർനെക്ക്, മയക്കോവ്സ്കി, അവരൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തും ഒപ്രഷനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തും ഒക്കെ എഴുതാൻ തുടങ്ങി. ഇൻഡിവിജ്വൽ നറേറ്റീവ്സിനല്ലായിരുന്നു പ്രാധാന്യം, കളക്റ്റീവായിട്ടുള്ള നറേറ്റീവ്സിനായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് റഷ്യൻ റവല്യൂഷൻ്റെ സമയത്ത്. ഓക്കെ,
നെക്സ്റ്റ് വാർ പോയട്രിയാണ്. വാർ പോയട്രി എന്ന് പറയുമ്പം എസ്പെഷ്യലി വേൾഡ് വാറിൻ്റെ സമയത്ത് എഴുതിയിരിക്കുന്ന പോയട്രി, അതായത് വാർഫെയറിനോട് റെസ്പോണ്ട് ചെയ്തിരുന്ന പോയട്രിയാണ് നമ്മൾ വാർ പോയട്രി എന്ന് പറയുന്നത്. വാർ പോയട്രി എന്ന് വെച്ചാൽ മെയിൻ തീം വാർ ആയിരിക്കും. അതിനെ പേട്രിയോട്ടിക്, ആൻറ്റി വാർ, റിഫ്ലക്റ്റീവ് ടൈപ്പ് എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏർലി വാർ പോംസ് വളരെ പേട്രിയോട്ടിക് ആയിരുന്നു. സോൾജിയേഴ്സിൻ്റെ സാക്രിഫൈസിനെയൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്ത് എഴുതുന്നതായിരുന്നു. എക്സാമ്പിൾ റൂബർട്ട് ബ്രൂക്കിൻ്റെ സോണറ്റ്സ്. വാർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോയട്രി കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ട് മാറി. വിൽഫ്രിഡ് ഓവൻ, സെഗ്ഫ്രീഡ് സസൂൻ ഇവരൊക്കെ വാറിൻ്റെ ഹൊറേഴ്സിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. അതായത് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ, അപ്പോൾ പേട്രിയോട്ടിസത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആൻഡ് ആസ് എ വാർ കണ്ടിന്യൂഡ് എന്തുപറ്റി, വാറിൻ്റെ ഹൊറേഴ്സ് എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ റിയാലിറ്റി എന്താണെന്ന് ആളുകളെല്ലാം, റൈറ്റേഴ്സ് എല്ലാം എഴുതാൻ തുടങ്ങി. വിൽഫ്രിഡ് ഓവലിൻ്റെ വർക്ക്സിനകത്തൊക്കെ എല്ലാം വാറിനകത്തുള്ള ക്രൂവൽറ്റിയെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. ഈ സെസൂൺ എന്നുള്ള റൈറ്റർ ഐറണി, ബിറ്റർ, സറ്റയർ ഒക്കെ യൂസ് ചെയ്ത് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും ജനറൽസിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. വാർ പോയിട്രി അതുപോലെ തന്നെ സോൾജിയേഴ്സിൻ്റെ സൈക്കോളജിക്കൽ ട്രോമയെക്കുറിച്ചും എഴുതാൻ തുടങ്ങി. ലേറ്റർ ഈ പോംസ് എല്ലാം ഐഡൻറ്റിറ്റി, മെമ്മറി, സാക്രിഫൈസ് ഇതിൻ്റെയൊക്കെ മീനിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. വിമൻ പോയറ്റ്സും ഉണ്ടായിരുന്നു. വേറ ബ്രിട്ടൈൻ, അവരൊക്കെ എന്ന് വെച്ചാൽ ലോസിനെ കുറിച്ചും ഗ്രീഫിനെ കുറിച്ചും എഴുതി. വാർ പോയട്രി ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള പോയറ്റിക് ഫോംസിൻ്റെ ആ ലാംഗ്വേജിനെയൊക്കെ ചലഞ്ച് ചെയ്തിരുന്നു. മെനി വാർ പോയറ്റ്സ് ഡൈഡ് യങ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വർക്ക്സ് കുറച്ചും കൂടി റിയലിസ്റ്റിക്കലായിട്ട് തോന്നി. ആൻഡ് പിന്നെന്താണ്, അപ്പോൾ വാർ പോയട്രി എന്ന് പറയുന്നത് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ പാർട്ടാണ്. നെക്സ്റ്റ്, ക്രൈസിസ് ഓഫ് മോഡേണിറ്റി. ക്രൈസിസ് ഓഫ് മോഡേണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി 20th സെഞ്ച്വറിയിൽ ഹാപ്പൻ ചെയ്ത കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഡൗട്ട്, അതാണ് ക്രൈസിസ് ഓഫ് മോഡേണിറ്റി എന്ന് പറയുന്നത്. എൻലൈറ്റൻമെൻറ്റ് എന്നുള്ള ഐഡിയ കൊളാപ്സ് ചെയ്തതിന് ശേഷം റീസൺ, പ്രോഗ്രസ് ആൻഡ് സ്റ്റെബിലിറ്റിക്ക് ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. റാപ്പിഡ് അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ അതുപോലെ തന്നെ മെക്കനൈസേഷൻ, ഇതൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ മെഷീൻസും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആവാൻ തുടങ്ങി, ആളുകൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ജോലിക്ക് വേണ്ടിയൊക്കെ. അപ്പോൾ മോഡേണിറ്റി ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിനെ ഒറ്റപ്പെടുത്തിയാണ് ചെയ്തത്, അല്ലെങ്കിൽ ആ കാര്യം തുറന്ന് എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ട്രഡീഷണൽ വാല്യൂസ്, റിലീജിയൻ, ഫാമിലി, നേഷൻ ഇതെല്ലാം അബാൻഡൻ ചെയ്യാൻ തുടങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ആർട്ടിസ്റ്റും റൈറ്റേഴ്സും എല്ലാം കെയോസിനെ കുറിച്ച്, അൺസർട്ടനിറ്റിയെ കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങി. നീച്ചയുടെ പ്രൊക്ലമേഷൻ ഗോഡ് ഇസ് ഡെഡ് എന്നുള്ളതൊക്കെ ഈ ഒരു ടൈമിലായിരുന്നു വന്നിരുന്നത്. ഗോഡ് ഇസ് ഡെഡ് എന്ന് വെച്ചാൽ ആ സമയത്തുണ്ടായിരുന്ന സ്പിരിച്വൽ വാക്വം, ആ എംപ്റ്റിനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രോയിഡിൻ്റെ തിയറീസ് ഒക്കെ വരാൻ തുടങ്ങി. ലിറ്ററേച്ചറിനകത്ത് ഐറണി, ആംബിഗ്വിറ്റി, ഈ നറേറ്റീവ്സ് ഒക്കെ ഡിസ്ജോയിൻറ്റഡ് ആവാൻ തുടങ്ങി. ലോജിക്കലായിട്ടുള്ള നറേറ്റീവ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ഓതേഴ്സൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ ഇന്നർ മൈൻഡിനെ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിന്, സൈക്കോളജിക്കൽ ഡെപ്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലാതെ ആക്ഷനല്ല ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആർട്ടിനകത്താണെന്നുണ്ടെങ്കിലും സിംബലിസം, അബ്സ്ട്രാക്ഷൻ, ഈ റിയലിസ്റ്റിക് റെപ്രസെൻറ്റേഷനെയൊക്കെ ബ്രേക്ക് ചെയ്തു. ടെക്നോളജി പക്ഷേ ഡീഹ്യൂമനൈസേഷനെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഒരു കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് ആയിരുന്നു ഈ സമയത്തൊരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും. ഓക്കെ, നെക്സ്റ്റ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ ഒരു നറേറ്റീവ് ടെക്നിക്കാണ്. ക്യാരക്ടറിൻ്റെ തോട്ട്സിനെ റിയൽ ടൈമിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നു. അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ക്യാരക്ടറിൻ്റെ ആക്ഷൻസ്, ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, ക്യാരക്ടറിൻ്റെ പാസ്റ്റ് ലൈഫ് എന്താണ്, ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് ലോജിക്കലായിട്ടുള്ള രീതിയിൽ ദേ വിൽ പ്രസൻറ്റ്. പക്ഷേ by using stream of consciousness technique, the writer can actually or authentically portray what is happening inside the mind of the character. ലൈക്ക് നമ്മളിപ്പോൾ ഒരു റിയൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഒരു 100,000 തോട്ട്സ് ഇങ്ങനെ കടന്നു പോകും, അല്ലേ? ഒരു കണക്ഷൻ കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ കോളേജിലെ കാര്യം ആലോചിക്കും, അല്ലെങ്കിൽ എക്സാമിൻ്റെ കാര്യം ആലോചിക്കും, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ മെസ്സേജിനെ കുറിച്ച് ആലോചിക്കും, ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് ആലോചിക്കും, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം ആലോചിക്കും. ഇങ്ങനെ പോകും നമ്മുടെ തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു കൈൻഡ് ഓഫ് ഡിസ്കണക്റ്റഡ് വേ ഓഫ് റൈറ്റിംഗ്, ഒരു ക്യാരക്ടറിൻ്റെ മൈൻഡിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ലോജിക്കാലിറ്റി കാണത്തില്ല, ഒരു നാച്ചുറൽ ഫ്ലോ കാണത്തില്ല, ഒരു ക്ലിയർ സ്ട്രക്ചറും കാണത്തില്ല. സെൻറ്റൻസസ് ഒക്കെ വളരെ ലോങ് ആയിരിക്കും, അൺപങ്ക്ച്വേറ്റഡ് ആയിരിക്കും, കുത്തും കോമയൊന്നും കാണത്തില്ല. ആൻഡ് എന്താണ്, ആ ക്യാരക്ടറിൻ്റെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് പറയും. എക്സാമ്പിൾ, ജെയിംസ് ജോയ്സും വിർജീനിയ വുൾഫുമാണ് ഈ ഒരു ടെക്നിക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് എന്നുള്ള വർക്കിനകത്ത് മിത്ത്, അതുപോലെ തന്നെ ഡെയിലി തോട്ട്സ്, ഇതിനെയെല്ലാം ഇൻറ്റൻസ്ലി പേഴ്സണൽ ആയിട്ടുള്ള നറേറ്റീവിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. വിർജീനിയ വുൾഫിൻ്റെ മിസ്സസ് ഡാലവേ എന്നുള്ള വർക്കിനകത്തും സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാരക്ടേഴ്സിൻ്റെ മൈൻഡിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതാണ് കൂടുതലും പോർട്രേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഡെപ്ത് നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാൻ കിട്ടും.
മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് അറിയാൻ പറ്റും ഒരേ കാര്യത്തിനെക്കുറിച്ച് തന്നെ. ഒരേ കാര്യത്തിനെക്കുറിച്ച് ഒരു 3 ക്യാരക്ടേഴ്സിനും 3 രീതിയിലായിരിക്കും വ്യൂ പോയിന്റ് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ലീനിയർ പ്ലോട്ട് എല്ലാം ഡിസ്റപ്റ്റഡ് ആയി. ലീനിയർ പ്ലോട്ട് എന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ പ്ലോട്ടൊന്നും ഇല്ലാതായി. പാസ്റ്റും പ്രസന്റും തമ്മിലുള്ള ബൗണ്ടറീസ് ഒക്കെ മാറി. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ക്യാരക്ടറിന് ഫോമിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. സബ്ജക്റ്റിവിറ്റി, മൂഡ്, ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ ക്യാരക്ടറിനാണ് ഇത് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെ മോഡേണിസ്റ്റ് ഫിക്ഷൻ്റെ ഒരു ഹോൾമാർക്കാണ് ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അടുത്ത എക്സ്പ്രഷനിസം ആണ്. എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു വിഷ്വൽ ആർട്ട് മൂവ്മെന്റ് ആണ്. ഏർലി 20th സെഞ്ചുറിയിൽ ജർമ്മനിയിലാണ് ഇത് ഹാപ്പൻ ചെയ്തത്. നമ്മുടെ മൈൻഡിലുള്ള ഇമോഷണൽ സ്റ്റേറ്റിനെ എന്ത് ചെയ്യും, അതായത് ഇന്നർ എമോഷണൽ സ്റ്റേറ്റിനെ എക്സ്പ്രസ് ചെയ്യും റാദർ ദാൻ എക്സ്റ്റേണൽ റിയാലിറ്റി. ഈ എക്സ്പ്രഷനിസ്റ്റുകൾ എന്ന് പറയുന്ന വർക്ക് എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും, എക്സാജറേറ്റഡ് ആയിരിക്കും, ഹൈലി പേഴ്സണൽ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിരിക്കും. ലിറ്ററേച്ചറിൽ അത് ഡ്രാമ, പോയട്രി ആൻഡ് ഫിക്ഷനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു. എക്സ്പ്രഷനിസ്റ്റ് ഡ്രമാറ്റിസ്റ്റ് എന്ന് പറയുന്നത് ജോർജ് കെയ്സർ ഉണ്ട്, ഏൺസ്റ്റ് ട്രോളർ ഉണ്ട്. അവരൊക്കെ സൈക്കോളജിക്കൽ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഈ മൂവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മോഡേണിറ്റി, മെറ്റീരിയലിസം, മെക്കനൈസ്ഡ് ലൈഫിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇതിനെതിരെയായിരുന്നു. തീംസ് മാഡ്നസ്, എലിനേഷൻ, കൊളാപ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആയിരുന്നു. ആൻഡ് ലാംഗ്വേജ് വളരെ ഫ്രാഗ്മെന്റഡ് ആയി. സിംബലിസം ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതായിട്ട് മാറി, അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലായിരുന്നു. ഫിലിമിലും ഈ ഒരു നമുക്ക് എക്സ്പ്രഷനിസം കാണാം. ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്നുള്ള ഫിലിമിനകത്ത് കാണാൻ സാധിക്കും. എക്സ്പ്രഷനിസം അത് നിങ്ങൾ കുറച്ചും കൂടെ 6th സെം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് പഠിക്കാൻ കാണും. ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്ന് പറയുന്ന മൂവിയൊക്കെ. എക്സ്പ്രഷനിസം അതുപോലെ തന്നെ ഇമോഷണൽ ട്രൂത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ക്രൈസിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു റൈറ്റേഴ്സ്. ഓക്കെ, 1910 and 25 ഇത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വന്നിരുന്നത് ഈ ഒരു മൂവ്മെന്റ്. അടുത്ത ഇമേജസും ആണ്. ഇതൊരു പൊയറ്റിക് മൂവ്മെന്റ് ആണ്. ഏർലി 20th സെഞ്ചുറിയിലാണ് വന്നത്. ക്ലാരിറ്റി, പ്രിസിഷൻ, ലാംഗ്വേജ് വളരെ അതായത് ഷോർട്ട് വേർഡ്സിലായിരിക്കും അല്ലെങ്കിൽ ഷോർട്ട് ലാംഗ്വേജിലായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത് പോയട്രിയിലൊക്കെ. എസ്രാ പൗണ്ട്, ഹിൽഡ ഡൂലിറ്റിൽ ഇവരൊക്കെയായിരുന്നു കീ ഫിഗേഴ്സ്. ഇമേജിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ വിക്ടോറിയൻ സെന്റിമെന്റാലിറ്റി ഒക്കെ റിജക്ട് ചെയ്തു. ഇലാബറേറ്റ് ആയിട്ടുള്ള പൊയറ്റിക് ഡിക്ഷൻ അല്ലെങ്കിൽ പൊയറ്റിക് ലാംഗ്വേജസ് ഒക്കെ ഇവർ റിജക്ട് ചെയ്തിരുന്നു. പിന്നെന്താണ്, ഓരോ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് കാര്യം കണ്ടാലും അതിനെ വളരെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി പോകും. അങ്ങനെയാണ്, വളരെ ഷോർട്ടായിട്ട് ഫ്രീ വേഴ്സിലായിരിക്കും. വിഷ്വൽ ഇമേജസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എസ്രാ പൗണ്ടിന്റെ ഇന്നർ സ്റ്റേഷൻ ഓഫ് ദി മെട്രോ. പിന്നെ ഇമേജിസ്റ്റുകൾ എന്ന് പറയുന്നത് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ജാപ്പനീസ് ഹൈക്കു പോവം ആൻഡ് ക്ലാസിക്കൽ പോയട്രി. പിന്നെ അവരുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർണമെന്റ്, അതായത് പോയട്രിയിൽ ഓർണമെന്റ്സ് ഒന്നും കാണാൻ പാടില്ല, അത് ഇമ്മീഡിയറ്റ് ആയിരിക്കണം. കൂടുതൽ ആവശ്യമില്ലാത്ത എക്സാജറേഷൻ ഒന്നും പാടില്ല. ഓക്കെ, എക്സ്പെരിമെന്റേഷൻ ഉണ്ടായിരുന്നു ഫോമിലും കോണ്ടന്റിലും. 1914 to 1917 ഒരുപാട് ഈ ഇമേജിസ്റ്റ് മൂവ്മെന്റ് ഒരുപാട് ആന്തോളജീസ് അല്ലെങ്കിൽ കളക്ഷൻസ് പബ്ലിഷ് ചെയ്തു. പിന്നെ TS Eliot, വില്യം കാർലോസ് വില്യംസും എല്ലാം ഈ ഒരു ഇമേജിസത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഷോർട്ട് ലിവ്ഡ് ആണ്. ഇമേജിസം എന്ന് പറയുന്നതിനകത്ത് എന്താ പറയുക, നല്ല രീതിയിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. അടുത്തത് സയൻസ് ഫിക്ഷൻ ആണ്. സയൻസ് ഫിക്ഷനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പാക്ട് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് കൈൻഡ് ഓഫ് സ്പെക്കുലേറ്റീവ് ഐഡിയാസ് ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ്. ഏർലി സയൻസ് ഫിക്ഷൻ എമർജ് ചെയ്യുന്ന 1910 and ഏർലി 20th സെഞ്ചുറിയിലാണ്. H.G. വെൽസ്, ജൂൾസ് വെർണെ ഇവരൊക്കെയായിരുന്നു ഈ ഒരു ജോണറിന്റെ പൈനിയേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്ത് ഇവരൊക്കെയായിരുന്നു. ആൻഡ് മോഡേണിസ്റ്റ് ആൻസൈറ്റി അബൌട്ട് പ്രോഗ്രസ്, ഏലിനേഷൻ, ഇവല്യൂഷൻ, ടെക്നോളജിക്കൽ ഡോമിനൻസ് ഇതൊക്കെയായിരുന്നു തീംസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഏറ്റവും ഫേമസ് വർക്ക് എന്ന് പറയുന്നത് H.G. വെൽസിന്റെ ദ ടൈം മെഷീൻ ആയിരുന്നു. ഓക്കെ, സയൻസ് ഫിക്ഷനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫിയർ അബൌട്ട് വാർ, മെഷീൻസ് ആൻഡ് മൊറാലിറ്റിയുടെ കൊളാപ്സ് ഒക്കെ കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു വർക്ക്സിനകത്ത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ സിവിലൈസേഷനെ അതുപോലെ തന്നെ റാഷണാലിറ്റിയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഇത് കാണിക്കുന്നുണ്ട്. ഫിലോസഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസും പിന്നെ വർക്ക്സിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആൽഡസ് ഹക്സ്ലിയുടെ ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ളതും ജോർജ് ഓർവെലിന്റെ 1984 എന്ന് പറയുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്കിന്റെ ഇതിനകത്ത് വരും. സയൻസ് ഫിക്ഷനകത്തൊക്കെ വരുന്നതാണ്. സയൻസ് ഫിക്ഷൻ വാസ് നോട്ട് ഓൾവേസ് കൺസിഡർഡ് ലിറ്റററി, പക്ഷേ എന്താണ് സീരിയസ് റൈറ്റേഴ്സിനൊക്കെ ഇത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആൻഡ് ഈ റിയൽ വേൾഡ് ടെൻഷനെ, അതായത് മോഡേണിസം വന്നു, പ്രോഗ്രസ് ഒക്കെ വന്നു, അതൊക്കെ സത്യം തന്നെ. പക്ഷേ അതിന്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചും ഇതിനകത്ത് ഇവർ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ റൈറ്റേഴ്സിനെ കുറിച്ച് നോക്കുവാണ്. ജോൺ ഗാൽസ്വർത്തി ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആൻഡ് പ്ലേ റൈറ്റ് ആണ്. ദ ഫോർസൈറ്റ് സാഗ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്. ബ്രിട്ടീഷ് അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് ചേഞ്ചിങ് വാല്യൂസ് ഇതാണ് അദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെറ്റീരിയലിസം, ലീഗൽ ഇൻജസ്റ്റിസ് ഇതിനെയൊക്കെയാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിരുന്നത്.
നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിൽ കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്. ആൻഡ് ഓൾസോ വളരെ ക്ലിയർ ആയിട്ട് മൊറാലിസ്റ്റിക് ആയിട്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. സോഷ്യൽ റിഫോമിന് ഒക്കെയാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. എസ്പെഷ്യലി ജയിലിലൊക്കെ ലീഗൽ സിസ്റ്റത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേ എന്ന് പറയുന്നത് ജസ്റ്റിസ് എന്നുള്ളതാണ്. അത് ബ്രിട്ടനിലെ ഒരു ഇതാണ് പറയുന്നത്, ലീഗലായിട്ടുള്ളൊരു സിസ്റ്റത്തിന് കൊണ്ടുവന്ന ഒരു മാറ്റം, അതാണ് ഇതിനകത്ത് ജസ്റ്റിസ് എന്നുള്ള പ്ലേക്കകത്ത് പറയുന്നത്. ആൻഡ് ഓൾസോ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ വാല്യൂസിൽ സ്ട്രഗിൾ, ഇങ്ങനെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ് മാറുന്ന വേൾഡിനനുസരിച്ച്. പിന്നെ ഇതാണ് ജോൺ ഗാൽസ്വർത്തി. W.B. യേറ്റ്സ് എന്ന് പറയുന്ന ഐറിഷ് പോയിറ്റാണ്. അടുത്ത് ഐറിഷ് മിത്ത്, പൊളിറ്റിക്സ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ വന്നുകൊണ്ടിരുന്നത്. ഐറിഷ് ലിറ്റററി റിവൈവലിനും ആബെ തിയേറ്റർ ഫൗണ്ട് ചെയ്തതും W.B. യേറ്റ്സ് ആണ്. ഒരു റൊമാൻറ്റിക്കാണ്, സിംബലിസ്റ്റ് റൈറ്ററാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് ഈസ്റ്റർ 1916 ആ പൊളിറ്റിക്കൽ വയലൻസിനെ കുറിച്ച് സംസാരിക്കുന്നു, അയർലൻഡിൽ ഹാപ്പൻ ചെയ്ത്. പിന്നെ ദ സെക്കൻഡ് കമ്മിങ് എന്നുള്ള പോം സ്പിരിച്വൽ ക്രൈസിസിനെയാണ് കാണിക്കുന്നത് പോസ്റ്റ് വാർ യൂറോപ്പിലെ. പിന്നെ ഒരുപാട് സിംബൽസും ഇമേജറിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ആൻഡ് ഓൾസോ പിന്നെന്താണ് ട്രഡീഷൻ, റവല്യൂഷൻ, പിന്നെ പൊളിറ്റിക്സ്, അതിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ആ കോൺട്രഡിക്ഷൻസിനെ കുറിച്ചൊക്കെ എഴുതിയിരുന്നു. നൊബേൽ പ്രൈസ് അദ്ദേഹത്തിന് ലിറ്ററേച്ചറിന് കിട്ടിയിട്ടുണ്ട് 1923. ആൻഡ് W.H. ഓഡനെയും T.S. ഈലിയട്ടിനെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒരുപാട് ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ജെയിംസ് ജോയ്സ് ആണ് അടുത്ത ഐറിഷ് നോവലിസ്റ്റ് ആണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിന്റെ മാസ്റ്ററാണ്. ഡബ്ലിനേഴ്സ് എന്നുള്ള വർക്ക്, എ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, യുലീസസ്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത്. ഇന്റീരിയർ മോണോലോഗ് ടെക്നിക് അഥവാ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആണ് ഇദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. യുലീസസ് എന്നുള്ള വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹോമറിന്റെ എപ്പിക് ഉണ്ടല്ലോ, അതിന്റെ റീടെൽ ചെയ്യുവാണ്. ഒരു ദിവസം, ഒരു സിംഗിൾ ഡേ ഡബ്ലിൻ എന്നുള്ള സ്ഥലത്ത് എന്തൊക്കെ ഹാപ്പൻ ചെയ്യുന്നു, മിത്തും മോഡേണിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. പിന്നെ ഐഡന്റിറ്റി, മെമ്മറി, സെക്ഷുവാലിറ്റി, ഇതിൽ കൊളോണിയൽ അയർലൻഡ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് എഴുതുന്നത്. നാഷണലിസത്തിനെയൊക്കെ റിജക്ട് ചെയ്തിരുന്നു, റിലിജനെ റിജക്ട് ചെയ്തിരുന്നു. അദ്ദേഹം ആർട്ടിസ്റ്റിക് ഫ്രീഡത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സിറ്റി ഓഫ് ഡബ്ലിൻ ആയിരുന്നു ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം. അപ്പോൾ അതിൽ ആ ഒരു ഡബ്ലിൻ എന്നുള്ള സ്ഥലം ഇദ്ദേഹത്തിന്റെ വർക്ക്സിന് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ അതായത് ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആൻഡ് ഹീ ലിവ്ഡ്, അതായത് ജെയിംസ് ജോയ്സ് എന്നുള്ള റൈറ്റർ എക്സൈലിലാണ് കൂടുതൽ കാലം താമസിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ജോസഫ് കോൺട്രാഡ് ആണ്. പോളിഷ് ബ്രിട്ടീഷ് റൈറ്റർ ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നറേറ്റീവ്സും സൈക്കോളജിക്കൽ ഡെപ്ത് ഉള്ള നറേഷൻസും ആണ് ഇദ്ദേഹത്തിൻ്റെത്. കൊളോണിയലിസം, ഇമ്പീരിയലിസം, ഇതൊക്കെയാണ് നോവൽസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നുള്ളതാണ് മോസ്റ്റ് ഫേമസ് വർക്ക്. അത് യൂറോപ്യൻ ഇമ്പീരിയലിസം ഇൻ ആഫ്രിക്ക, അതാണ് ഈ ഒരു വർക്കിനകത്ത് പറയുന്നത്. അതായത് ഈ ഒരു പിന്നെന്താണ്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ റിച്ച് ആൻഡ് സിംബോളിക് ആണ്. ഐസൊലേഷൻ, ഡ്യൂട്ടി ആൻഡ് ഇന്നർ ഡാർക്ക്നെസ് ഒക്കെയാണ് അദ്ദേഹം ഡെപ്പിക്ട് ചെയ്ത ക്യാരക്ടേഴ്സ്. പിന്നെ ഇദ്ദേഹത്തിന്റെ മിക്കവാറുള്ള സ്റ്റോറീസ് സീയിലാണ് ഹാപ്പൻ ചെയ്യുന്നത്, കടലിൽ. ഓക്കെ, പിന്നെ ലോർഡ് ജിം, ദ സീക്രട്ട് ഏജന്റ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മറ്റ് വർക്ക്സ് ആണ്. ഈ കൊളോണിയലിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു ഇദ്ദേഹം. ഓക്കെ, പിന്നെ റുഡിയാർഡ് കിപ്ലിംഗ് ആണ്, ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് പോയറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്കാണ് ദ ജംഗിൾ ബുക്ക്. അതുപോലെ തന്നെ കിം എന്നുള്ള വർക്കും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു കോംപ്ലക്സ് ഫിഗർ ആയിരുന്നു ഇദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെയും ബ്രിട്ടീഷ് എംപയറിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇദ്ദേഹം എഴുതിയിരുന്നത്. ആൻഡ് ഓൾസോ ഡ്യൂട്ടി, സാക്രിഫൈസ്, ഇതിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നു. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത് ദ വൈറ്റ് മാൻസ് ബേർഡൻ എന്നുള്ളതാണ്. കിപ്ലിംഗ് ആയിരുന്നു ഫസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റർ ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സിമ്പിൾ റിതമിക് ലാംഗ്വേജിലാണ് എഴുതുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ്. അഡ്വഞ്ചർ ഫിക്ഷൻ, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ, പിന്നെ അടുത്തത് ആർണൾഡ് ബെനറ്റ് ആണ്. ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ് ആണ്. ക്ലേ ഹാങ്ങർ സീരീസ്, ദ ഓൾഡ് വൈവ്സ് ടെയിൽ ഇദ്ദേഹത്തിന്റെ വർക്ക്സ് ആണ്. ഓർഡിനറി പീപ്പിളിന്റെ ലൈഫിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള നറേറ്റീവ് സ്റ്റൈലാണ്. നോവൽസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന റൈറ്റർ ആയിരുന്നു. ആൻഡ് ഓൾസോ പിന്നെ വിർജീനിയ വൂൾഫ് എന്നുള്ള റൈറ്റർ ആർണൾഡ് ബെനറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വർക്ക്സ് എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക്, അതായത് അയാളൊരു മെറ്റീരിയലിസ്റ്റ് ആണ് എന്നിങ്ങനെ പറയുമായിരുന്നു. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റോറീസോ ക്യാരക്ടേഴ്സോ ഒന്നും അയാൾക്കില്ല എന്നുള്ള രീതിയിൽ. പിന്നെ സ്റ്റൈല് വളരെ ക്ലിയർ ആൻഡ് ഒബ്സർവേഷണലാണ്. ഓക്കെ, നെക്സ്റ്റ് G.K. ചെസ്റ്റർട്ടൺ ആണ്. ബ്രിട്ടീഷ് റൈറ്റർ, എസ്സേയിസ്റ്റ് ആണ്. ആൻഡ് ഓൾസോ പിന്നെ ഒരുപാട് എസ്സേസ്, ഫിക്ഷൻ, പോയട്രി, ബയോഗ്രഫി ഒക്കെ എഴുതിയിട്ടുണ്ട്. ചെസ്റ്റർട്ടന്റെ ഒരു ക്യാരക്ടറാണ് ഫാദർ ബ്രൗൺ എന്നുള്ളത്.
നമ്മൾ ഈ ഷെർലക് ഹോംസ് എന്ന് പറയുന്നില്ലേ, അതുപോലെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിൽ വരുന്ന G.K. ചെസ്റ്റർട്ടൻ്റെ ഒരു ക്യാരക്ടറാണ് ഫാദർ ബ്രൗൺ. ഒരു ഡിറ്റക്റ്റീവ് പോലെ. റിലിജിയൻ, ട്രഡീഷൻ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഹ്യൂമറസ് ആയിട്ടുമാണ് ഇദ്ദേഹം എഴുതുന്നത്. ദ മാൻ ഹൂ വാസ് തേഴ്സ്ഡേ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. ഓർത്തഡോക്സി ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ്. ഫാൻറ്റസിയും ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ സ്പിരിച്വാലിറ്റി, ക്രിസ്ത്യാനിറ്റി ഇതിനെക്കുറിച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് എഴുതുന്നു ഇദ്ദേഹം. അടുത്ത E.M. ഫോസ്റ്റർ ആണ്, ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ്. ക്ലാസ്, സെക്ഷുവാലിറ്റി, കൾച്ചറൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് എഴുതുന്നത്. റൂം വിത്ത് എ വ്യൂ, എ പാസേജ് ടു ഇന്ത്യ ഇതൊക്കെയാണ് മേജർ നോവൽസ്. പിന്നെ വളരെ ഐറോണിക്കലായിട്ടും ബ്രിട്ടീഷ് ക്ലാസ്സിനെ, ഇമ്പീരിയൽ സ്ട്രക്ചേഴ്സിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് ഇദ്ദേഹം എഴുതുന്നുണ്ട്. പാസേജ് ടു ഇന്ത്യക്കകത്ത് കൊളോണിയലിസത്തിനെ കുറിച്ചും റേസിനെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡിക്റ്റോ ആണ് ഒൺലി കണക്ട് എന്ന് പറയുന്നത്. അത് ആ എത്തിക്കൽ ആൻഡ് ഇമോഷണൽ ഫിലോസഫിയെ സിംബലൈസ് ചെയ്യുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്യൂമസ്ലി പബ്ലിഷ് ചെയ്ത വർക്കാണ് മോറിസ്. അത് സെയിം സെക്സ് ലവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിന് എപ്പോഴെങ്കിലുമൊക്കെ ഹാപ്പൻ ചെയ്യും നോവൽസിനകത്ത്. ഓക്കെ. പിന്നെ മാഡക്സ് ഫോർഡ് ആണ് അടുത്തത്. ബ്രിട്ടീഷ് നോവലിസ്റ്റ്, എഡിറ്റർ ആൻഡ് ക്രിട്ടിക് ആയിരുന്നു. ദ ഗുഡ് സോൾജിയർ, പരേഡ്സ് എൻഡ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ്. ഗുഡ് സോൾജിയർ എന്ന് പറഞ്ഞ മോഡേണിസ്റ്റ് ടെക്സ്റ്റ് ആണിത്. ഓക്കെ. വളരെ ഇംപ്രഷനിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റേത്. ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. മാഡക്സ് ഫോർഡിൻ്റെ ബെസ്റ്റ് നോൺ വർക്ക് എന്ന് പറയുന്നത് ദ ഗുഡ് സോൾജിയർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റിയും അതുപോലെ തന്നെ എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഈ ലോജിക്കലായിട്ടുള്ള ടൈം ഫ്രെയിമിലല്ല എഴുതുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. ദ ഇംഗ്ലീഷ് റിവ്യൂ അതുപോലെ തന്നെ ദ ട്രാൻസ് അറ്റ്ലാന്റിക് റിവ്യൂ പോലെയുള്ള മാഗസീൻസിൻ്റെയൊക്കെ എഡിറ്ററായിരുന്നു. ആൻഡ് എസ്ര പൗണ്ട്, ഹെമിംഗ്വേ പോലെയുള്ള റൈറ്റേഴ്സിനെയൊക്കെ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു. പിന്നെന്താണ്, ജോസഫ് കോൺറാഡുമായിട്ട് ചേർന്ന് ഇദ്ദേഹം കൊളാബറേറ്റ് ചെയ്ത ഒരു വർക്കാണ് ദ ഇൻഹെറിറ്റേഴ്സ് എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ പരേഡ്സ് എൻഡ് എന്നും പറഞ്ഞ് ഇദ്ദേഹം ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്. പരേഡ്സ് എൻഡിനകത്ത് വേൾഡ് വാർ ഫസ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫിൽ വേൾഡ് വാർ കൊണ്ടുവന്ന ഇമോഷണൽ ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് എന്താണ്. പിന്നെ മെമ്മറി, ഡ്യൂട്ടി, ഐഡൻറ്റിറ്റി, കൺഫ്യൂഷൻ ഇതൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോർജ് ബെർണാഡ് ഷോ ആണ്. ഐറിഷ് പ്ലേ റൈറ്റ് ആണ്, ക്രിട്ടിക്കാണ്. ആൻഡ് മോഡേൺ ഡ്രാമ ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസത്തിലൊരു കീ ഫിഗറാണ്. വളരെ വിറ്റിയായിട്ട് സോഷ്യൽ റിയലിസവും പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റും ഒക്കെ ചേർത്തിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഡ്രാമാസ് എഴുതുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് പിഗ്മേലിയൻ, മാൻ ആൻഡ് സൂപ്പർമാൻ. വോറ്, ക്യാപിറ്റലിസം, ഈ റിലീജിയസ് ഹിപ്പോക്രസി ഇതിനെ ഹ്യൂമറസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു കമ്മിറ്റഡ് സോഷ്യലിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം തിയേറ്ററിനെയൊക്കെ, അതായത് ഡ്രാമാസൊക്കെ ഈ സോഷ്യൽ റിഫോംസ് കൊണ്ടുവരാൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഈ ആവശ്യമില്ലാത്ത മെലോ ഡ്രാമാസ്, സെൻറ്റിമെൻറ്റാലിറ്റി ഇതൊക്കെ ഇദ്ദേഹം റിജക്റ്റ് ചെയ്തിരുന്നു. പിന്നെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക, അങ്ങനെ ക്യാരക്ടേഴ്സിലൂടെ അദ്ദേഹം ക്യാരക്ടേഴ്സും ഡയലോഗ്സിലൂടെ ഇദ്ദേഹം ഇതാണ് എയിം ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് 1925 കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രാമ ആൻഡ് ഫിലോസഫിക്കകത്ത് അദ്ദേഹത്തിൻ്റെ പല ഡ്രാമാസിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് പല മോഡേൺ ഡ്രമാറ്റിസ്റ്റുകളുടെ വർക്കിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 20th സെഞ്ച്വറി തിയേറ്ററിനെയും അതുപോലെ തന്നെ ലിറ്ററേച്ചറിനെയൊക്കെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ബെർണാഡ് ഷോ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ക്രിയേറ്റീവ് എവല്യൂഷനിലായിരുന്നു ബിലീവ് ചെയ്തിരുന്നത്. അതായത് ഈ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രോഗ്രസ് ഇതിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു.